ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ഡി എസ് സിറയുടെ റിവ്യൂ ആണ്. റൈറ്റർ ഡയറക്ടർ രാഹുൽ സദാശിവൻ ഈ അടുത്ത കാലത്ത് കണ്ട, ഈ വർഷം ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് എന്ന് എടുത്തെടുത്ത് പറയേണ്ടിയിരിക്കുന്ന ഒരു ചിത്രം. പടം വെറും 2 മണിക്കൂറോ 1 മണിക്കൂർ 57 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. അതിൽ ഒരിക്കലും ഫോൺ എടുക്കാത്ത, സാധാരണ എനിക്കൊരു ശീലമുണ്ട്, പടത്തിൻ്റെ ഏതെങ്കിലും നല്ല മൊമെൻറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഫോൺ എടുത്തിട്ട് നോട്ട് പാഡിൽ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. സോ ദാറ്റ് റിവ്യൂവിന് പറയുമ്പോൾ ഇൻപുട്സ് ആയിട്ട് അതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ പറയുന്നതെല്ലാം തന്നെ സിനിമയുടെ ഓർമ്മകളിൽ നിന്ന് മാത്രമാണ്. ഒന്നും തന്നെ നോട്ട് ചെയ്ത് വെക്കാൻ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. ആ ലെവലിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ, വിഷ്വലി ഇതിൻ്റെ കഥ പറഞ്ഞിരിക്കുന്ന നറേഷൻ, എനിക്ക് ചില സീനൊക്കെ എന്ത് രസമാണ്. ഒരു ഷോട്ടൊക്കെ ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഉള്ള ഒരാളുടെ പെർസ്പെക്റ്റീവ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു വീടിൻ്റെ അകത്തുനിന്ന് വരുന്ന ഒരു മൂവിങ് ഷോട്ടൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. നമ്മളെ വിഷ്വലി ഭയങ്കരമായിട്ട് ഇന്നാക്കുന്ന, ഇയാൾക്ക് രാത്രിയൊന്നും വേണ്ട, പകലൊന്നും വേണ്ട, ഏത് സമയത്തും നമ്മളെ പേടിപ്പിക്കാൻ കഴിയുന്ന, ദേഹത്ത് ഈ അട്ടയൊക്കെ കയറി പോകുമ്പോൾ ഉള്ള ഒരുമാതിരി ചിൽസ് വരില്ലേ, അമ്മാതിരി സാധനങ്ങളൊക്കെ ഇറക്കി വിടുന്ന, ജംപ് സ്കെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സീനുകളും ഉണ്ടായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സൗണ്ട് എഫക്റ്റും ഉണ്ടായിട്ടുണ്ട്. പഴയ സൈക്കോ, ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. അതെ, ആ സൈക്കോ മൂവിയുടെയൊക്കെ റിസംബ്ലൻസ് തോന്നിക്കുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസൊക്കെ ചിലതൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. വൺ ഓഫ് എ കൈൻഡ് ഒരു സാധനം പടച്ചിറക്കി വിട്ടിരിക്കുകയാണ്. ഇതൊരു പാൻ ഇന്ത്യ ഹിറ്റായിരിക്കും. എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന പടമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് മേക്കിങ്ങും രാഹുൽ സദാശിവൻ്റെയും മറ്റ് ടെക്നിക്കൽ ടീമിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ പെർഫോമൻസിലോട്ട് പോകാവുള്ളൂ എന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം അത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. രാഹുൽ സദാശിവൻ്റെ, അദ്ദേഹത്തിൻ്റെ ഈ ആക്ടേഴ്സിൻ്റെ മേലുള്ള കൺട്രോൾ, അല്ലെങ്കിൽ അത് ആ പ്രോസസ്സൊക്കെ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണ് അത് ബ്രീഫ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതൊരു ഏഹ്, കാരണം ഇതിനകത്തുള്ള ആക്ടേഴ്സ്, പ്രണവ് മോഹൻലാൽ ആണെങ്കിലും ബിപിൻ ഗോപിനാഥ് ആണെങ്കിലും, പിന്നെ ആരായിരുന്നു, അരുൺ അജയ് കുമാർ, എയ്സ്തെറ്റിക് കുഞ്ഞമ്മയുടെ പോസ്റ്റർ ഡിസൈനേഴ്സ്, അങ്ങനെ ഒരു കമ്പനി ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്ന, പടക്കളത്തിലൊക്കെ അഭിനയിച്ച പയ്യൻ, ഇവർ 3 പേരുണ്ട്. പിന്നെ വേറൊരു കഥാപാത്രമുണ്ട്. ആ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സ്പോയിലറാണ്. ഇതിൻ്റെ സിനിമ നോർമൽ ഒരു ആത്മഹത്യ, അതിനോട് രൂപപ്പെടുന്ന പ്രേതം, അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളും, അതിനെ ചെറുത്ത് നിൽപ്പും, അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് വരുന്നത്, അതൊക്കെയാണ് ഇതിവൃത്തം. വളരെ സിമ്പിൾ. ടീസർ കണ്ടു കഴിഞ്ഞാലും ട്രെയിലർ കണ്ടു കഴിഞ്ഞാലും ഏതാണ്ടൊക്കെ മനസ്സിലാവും. അപ്പോഴും ഇതൊന്നും പിടുത്തം തരുന്നില്ല. പക്ഷെ വലിയ സംഭവം കഥയായിട്ട് പറയുകയാണെങ്കിൽ വലിയ സംഭവങ്ങളായിട്ടൊന്നുമില്ല. എഴുത്തിലെ പാളിച്ചകൾ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ ഇതിലെ പെർഫോമൻസുകൾ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പ്രണവ് മോഹൻലാലിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. അങ്ങനെ പറയാൻ കാരണം, വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള ചിത്രത്തിൽ പുള്ളി മറ്റേ ഷേക്സ്പിയർ, കുന്തം കുലുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുന്ന ഇതുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചതാണ്, ഈ പയ്യൻ ഈ പണി നിർത്തി പോകേണ്ട സമയം കഴിഞ്ഞു, അച്ഛനും അമ്മയും ഇങ്ങനെ തള്ളി പറഞ്ഞ് ഈ പയ്യനെ സിനിമയിലോട്ട് വിടരുത് എന്നൊക്കെ വിചാരിച്ചതുകൊണ്ട് തോന്നുന്നു പുള്ളിയായിട്ട് സെലക്ട് ചെയ്ത പടമാണെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിനീത് ശ്രീനിവാസൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ. അങ്ങനൊക്കെ പുള്ളി കിടിലമായിട്ട് ത്രൂ ഔട്ട് ആ ക്യാരക്ടറായിട്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എത്ര പറഞ്ഞാലും പുള്ളിയുടെ പെർഫോമൻസിനെ പുകഴ്ത്തിയേ പറ്റുള്ളൂ. എന്താ പറയുക, ക്ലാസിക് പെർഫോമൻസ് അങ്ങനെയല്ല. പുള്ളിക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. പുള്ളിക്ക് നല്ല രീതിയിൽ ഒരു ഡയറക്റ്റ് ചെയ്യാൻ ഒരാളുണ്ട്, ഗൈഡൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പുള്ളി അച്ഛൻ്റെ പാതയിൽ ആ DNA ഉണ്ട്. പുള്ളിയിൽ വളരെ അത് അത് തീർച്ചയായിട്ടും അത് അൺലോക്ക് ചെയ്ത് വരുന്നുണ്ട്. ഇനി വരും സിനിമകളിൽ നല്ല നല്ല ഇത് കിട്ടട്ടെ. നല്ല കാസ്റ്റിൻ്റെ കൂട്ടത്തിൽ പുള്ളിക്ക് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും പുള്ളി ഞെട്ടിച്ചിരിക്കും. ആ മോഹൻലാലിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ഗിബിൻ ഗോപിനാഥ്. ത്രൂ ഔട്ട് പുള്ളി ഈ ഫിലിമിലുണ്ട്. പുള്ളിയുടെ സോളോ പെർഫോമൻസുകളൊക്കെ ഉണ്ട്. ചില പാരാനോർമൽ ആക്ടിവിറ്റിക്കൊക്കെ പുള്ളി കൊടുക്കുന്ന ചില റിയാക്ഷൻസും കാര്യങ്ങളും പണ്ടാരക്കാലം നമ്മളെ കൂടെ പേടിപ്പിച്ച് വട്ടാക്കും. പുള്ളിയുടെ കരിയറിലെ അടിപൊളി പെർഫോമൻസ്. പുള്ളിയുടെ ഗ്രാഫ് മാറുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നത്. കാരണം ഈ സിനിമയുടെ ശേഷം പുള്ളി കുറച്ചുകൂടെ മെയിൻ സ്ട്രീം സിനിമകളിലേക്കൊക്കെ വരണം. പുള്ളി കുറച്ചുകൂടെ അറിയപ്പെടണം. പുള്ളിക്ക് അതിനുള്ള കഴിവുകളുണ്ട്. ഇവരുടെയൊക്കെ കഴിവ് പുറത്തെടുക്കുന്ന ഡയറക്ടറിനെ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ പറ്റില്ല. കിടിലം. അതുപോലെ തന്നെയാണ് അരുൺ അജയ് കുമാർ. ഞാൻ നേരത്തെ പറഞ്ഞു, പുള്ളിക്കും വളരെ കുറച്ച് റോളേ ഉള്ളൂ ഈ സിനിമയിൽ. വന്നു പോകുന്നിടത്തെല്ലാം എല്ലാവരും പുള്ളിയുടെ പുറത്തായിരിക്കും, പുള്ളിയായിരിക്കും നോക്കുന്നതും, പുള്ളിയുടെ പെർഫോമൻസ് ആയിരിക്കും എല്ലാവരും കണ്ണു നട്ടിരിക്കുന്നതെന്നുള്ളതിലും നോ ഡൗട്ട്. പിന്നെയും ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അൾട്ടിമേറ്റ് സ്പോയിലേഴ്സായി മാറും. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ, എനിക്കത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. പക്ഷേ ജസ്റ്റ് ഒരു എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നു. അതിവിടെ രേഖപ്പെടുത്താം. അതായത് കഥ
ഒരു വലിയ വ്യത്യസ്തതയുണ്ടോ? അത്യാവശ്യത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. ബട്ട് അപ്പഴും ഒരു ക്ലീഷേ ഫോർമാറ്റിൽ തന്നെയാണ് പുള്ളി പോയിരിക്കുന്നത്. പുള്ളിയുടെ ഭൂതകാലവും ഭ്രമയുഗവും ഒക്കെ നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഡെപ്തും ലെയേഴ്സും വേറെ ഒരുപാട് കാര്യങ്ങളിലും പുള്ളി പറയുന്നുണ്ട്. ഇപ്പോൾ ഡിപ്രഷനെ കുറിച്ചിട്ടാണെങ്കിലും, ഇപ്പോൾ ഭ്രമയുഗത്തിൽ വരുമ്പോൾ ഉള്ള രണ്ടാമത്തെ അതിൻ്റെ ഒരു സബ് ടെക്സ്റ്റ് ആണെങ്കിലും, അതിൻ്റെ ഒരു ലെയറൊക്കെ ആണെങ്കിലും അത് രസമുണ്ട്. അങ്ങനെയും ആ പടം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിലങ്ങനെ വരുമ്പോൾ അങ്ങനൊരു എഴുത്തുണ്ടോ? എഴുത്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതൊരു പോരായ്മയല്ല. ആ പോരായ്മയെല്ലാം മേക്കിങ്ങും പെർഫോമൻസും കൊണ്ട് മറികടന്നിട്ടുണ്ട്. പക്ഷെ ഒരു രാഹുൽ സദാശിവൻ മൂവിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം ചിലപ്പോൾ ഒരുപക്ഷെ ഒരു നിരാശയായിരിക്കാം. ഹാവിങ് സെഡ് ദാറ്റ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. ഇറ്റ്സ് എ മസ്റ്റ് തിയേറ്റർ വാച്ച്.